എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ വീണ്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയൊരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയിരിക്കുകയാണ്. $1,25,255 ഇപ്പോൾ നിലവിൽ ബിറ്റ്കോയിൻ്റെ ഓൾ ടൈം ഹൈ. ഇന്ത്യൻ രൂപയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 1,10,00,000 രൂപയ്ക്ക് മുകളിലാണ് ഒരു ബിറ്റ്കോയിൻ്റെ ഇന്നത്തെ പ്രൈസ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോസ്റ്റ് ഹാൽവിംഗ് വർഷങ്ങളിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഈ ഒരു വർഷവും ബിറ്റ്കോയിൻ്റെ പ്രൈസ് പെർഫോം ചെയ്യുന്നത്. എസ്പെഷ്യലി Q4ൻ്റെ ബിഗിനിങ്ങിൽ, ഒക്ടോബറിൻ്റെ ബിഗിനിങ് മുതൽക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഷാർപ്പായിട്ട് തന്നെയാണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം ബിറ്റ്കോയിൻ്റെ പ്രൈസ് കൂടിയിരിക്കുന്നത് 10% ആണ്. അതായത് $11,000 മുകളിലാണ് ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള വർധനവ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബിറ്റ്കോയിനിൽ ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ വളരെ ഹാപ്പിയാണ്. ഞാൻ പേഴ്സണലി വളരെ ഹാപ്പിയാണ്. കഴിഞ്ഞ ഈ ഒരു ഹാൽവിങ്ങിൻ്റെ ബിഗിനിങ് മുതൽക്ക്, ഈ ഒരു സൈക്കിളിൻ്റെ ബിഗിനിങ് മുതൽക്ക് എൻ്റെ വീഡിയോ കണ്ട് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പല ആളുകളും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റി. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മ്യൂച്വൽ ഫണ്ടായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വളരെ വലിയൊരു റിട്ടേൺ ആണ്, വളരെ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതേസമയം ഓൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മെജോറിറ്റി ആളുകളും ഇപ്പോഴും ഈ ഒരു ബുൾ മാർക്കറ്റിൽ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആണ് എന്നുള്ളതാണ് റിയാലിറ്റി. ഓരോ തവണ ബിറ്റ്കോയിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുമ്പോഴും അതിൽ വരുന്ന കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് പല ആളുകളും ഇപ്പോഴും ഒരു ഓൾട്ട് സീസൺ കാത്ത് ഇരിക്കുന്ന ആളുകളാണ്. അതായത് ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ബിഗിനിങ് മുതൽക്ക് ആളുകൾ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഈ ഒരു ബുൾ മാർക്കറ്റ് തീരാറായിട്ട് ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ ഇപ്പോഴും ചോദിക്കുന്നത്, എന്നാണ് ഓൾട്ട് സീസൺ, ഏത് ആൾട്ട് കോയിൻ ആണ് വാങ്ങിക്കേണ്ടത്, എന്നാണ് ഓൾട്ട് സീസൺ എന്നുള്ളൊരു കാര്യം. പക്ഷേ സ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഓൾട്ട് കോയിൻസും ബിറ്റ് കോയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ രീതിയിലാണ് അണ്ടർ പെർഫോം ചെയ്യുന്നത്. അത് മാത്രമല്ല മെജോറിറ്റി ഓൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മെജോറിറ്റി ആളുകളും ഇപ്പോഴും വലിയ ലോസിലാണ് എന്നുള്ളതാണ്. ഇപ്പോഴും എനിക്ക് പേഴ്സണലി ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് 50%, 70%-നൊക്കെ പോർട്ട്ഫോളിയോ ലോസ് ആണ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട്. കാരണം 99% ഓൾട്ട് കോയിൻസും ഈ ഒരു കഴിഞ്ഞ സൈക്കിളിലും അതിൻ്റെ മുന്നത്തെ സൈക്കിളിലും ഉള്ള 99.99% ഓൾട്ട് കോയിൻസും ഈ ഒരു ബുൾ മാർക്കറ്റിൽ പുതിയ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. USD ടേംസിൽ, ഈവൻ ഇനി അത് ബിറ്റ് കോയിൻ ടേംസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ഓഫ് ദ ടോക്കണും ഈ ഒരു സൈക്കിളിൽ ബിറ്റ് കോയിനെ ഔട്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഓൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും കൂടി റിട്ടേൺ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു എൻഡ് ഓഫ് ദ സൈക്കിൾ അടുത്തൊരു 2 മാസം കംപ്ലീറ്റ്ലി ഓൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഞാൻ മീം കോയിൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത്, മീം കോയിൻസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ റീസൺ എന്താണ്, അതേപോലെ തന്നെ ഏതൊക്കെ മീം കോയിൻസ് ആണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഞാൻ ഓൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം മീം കോയിൻസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഒക്ടോബർ മാസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഓൾട്ട് സീസണ് പകരം ഒരു മീം സീസൺ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ചെയ്ത ഈ ഒരു വീഡിയോ ആണ്. അതായത് അതിന്റെ മുന്നത്തെ ഉള്ള 1 ഇയർ ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിൽ പല കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മളവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ബിറ്റ് കോയിനെ ഔട്ട് പെർഫോം ചെയ്യുന്ന മെജോറിറ്റി ടോക്കണുകളും മീം കോയിൻസ് ആണ്. അതായത് ഒരു 100 ടോക്കണുകൾ ബിറ്റ് കോയിനേക്കാളും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 100 ടോക്കണിലെ മെജോറിറ്റി ടോക്കണുകളും ഓൾമോസ്റ്റ് 30% ടോക്കണുകളും മീം കോയിൻസ് ആണ്. അതായത് പലരും ഒരു വാല്യൂ ഇല്ല എന്ന് പറയുന്ന, ജസ്റ്റ് ഒരു മീമാണ് എന്ന് പറയുന്ന മീം കോയിൻസ് ആണ് മറ്റുള്ള നരേറ്റീവ്സിലുള്ള ടോക്കണുകളെല്ലാം, ഈവൻ ലെയർ 1 ലെയർ 2 ബ്ലോക്ക് ചെയിനുകൾ, അതേപോലെ തന്നെ ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലും മറ്റും പല ആളുകളും പറയുന്ന റിയൽ വേൾഡ് അസറ്റ്, ഡെക്സ്, ഗെയിം ഫൈ ടോക്കൺ, ഡീപ്പിൻ, AI നരേറ്റീവ്, അത്തരത്തിലുള്ള വായിൽ കൊള്ളാത്ത പല ജാർഗൺസും പറയുന്ന പല നരേറ്റീവ്സിലുള്ള ടോക്കണുകൾക്കാളും കൂടുതൽ മെജോറിറ്റി ടോക്കണുകളും ബിറ്റ് കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്നത് മീം കോയിൻസ് കാറ്റഗറിയിലുള്ള ടോക്കണുകളാണ്. അതേപോലെ തന്നെ ഈവൻ നമ്മൾ ഇൻഡിവിജ്വൽ ടോക്കണിൻ്റെ റിട്ടേൺ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാറ്റഗറിയിൽ ഒരു 10 ടോക്കൺസ് ബിറ്റ് കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു ടോക്കണുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മീം കോയിൻസിൽ അതിൻ്റെ ഒരു ഇരട്ടി ടോക്കണുകൾ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മോർ ദാൻ 10 ടൈംസ് ഡിഫറൻസിലാണ്. അതായത് ഒരു AI നരേറ്റീവിലുള്ള ഒരു ടോക്കൺ ബിറ്റ് കോയിനെ ഒരു 10% മാർജിനിൽ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്ന മീം കോയിൻസ് എന്ന് പറയുന്നത് 100% മുകളിലാണ് റിട്ടേൺ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്.
സോ വളരെ വലിയ രീതിയിൽ ഒരു ലൈഫ് ചേഞ്ചിങ് റിട്ടേൺ നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറി ഓഫ് നരേറ്റീവ്സ്, ഒരു ടോക്കൺ കാറ്റഗറി എന്ന് പറയുന്നത് മീം കോയിൻസ് ആണ്. അല്ലാതെ ഈ ഒരു റിയൽ വേൾഡ് അസറ്റോ അല്ലെങ്കിൽ AI, ഡീപ്പിൻ, ഡെക്സ്, ഗെയിം ഫൈ അത്തരത്തിലുള്ള നരേറ്റീവ്സ് ഒന്നുമല്ല, പകരം മീം കോയിൻസ് ആണ് എന്നുള്ളതാണ് റിയാലിറ്റി. ഈവൻ ഇത് നമ്മൾ ഈ ഒരു അതായത് ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് കഴിഞ്ഞ 2023, 2024 ഡേറ്റയാണ് നോക്കിയത് എന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ഡേറ്റ, അതായത് കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ടുള്ള ഡേറ്റ നമ്മൾ നോക്കുമ്പോഴും ഇതേ ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. മെജോറിറ്റി ആൾട്ട് കോയിൻസും വളരെ വലിയ രീതിയിൽ അണ്ടർ പെർഫോം ചെയ്യാണ്. പക്ഷേ അതേസമയം ഹൺഡ്രഡ്സ് ഓഫ് മീം കോയിൻസ് വളരെ വലിയ രീതിയിൽ ബിറ്റ് കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ദിവസേന 10x 100x ഒക്കെ റിട്ടേൺ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈവൻ നമ്മൾ കഴിഞ്ഞ 2 മാസം മുന്നേ അഡ്വൈസ് ചെയ്ത ഒരു പോർട്ട്ഫോളിയോ ആയിരുന്നു. അതായത് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏത് ആൾട്ട് കോയിൻ ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ കഴിഞ്ഞ 2 മാസം മുന്നേ നമ്മൾ സജസ്റ്റ് ചെയ്ത ഒരു ആൾട്ട് കോയിൻസ് പോർട്ട്ഫോളിയോ ആയിരുന്നു. 2 പോർട്ട്ഫോളിയോ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോ റിസ്ക് പോർട്ട്ഫോളിയോ, അതേപോലെ തന്നെ ഒരു മീഡിയം റിസ്ക് പോർട്ട്ഫോളിയോ. ടോപ്പ് 500 ക്രിപ്റ്റോ കറൻസികളിലെ ആൾട്ട് കോയിൻസ് അനലൈസ് ചെയ്തിട്ട് അതിലൊരു ടോപ്പ് 10 മീഡിയം റിസ്ക് ആൾട്ട് കോയിൻസും ടോപ്പ് 10 ലോ റിസ്ക് ആൾട്ട് കോയിൻസും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള നമ്മൾ ആ ഒരു പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം റിസ്ക് പോർട്ട്ഫോളിയോയിൽ 2.6% ലോസിലാണ് ആ പോർട്ട്ഫോളിയോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ടോക്കണുകൾ അന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എല്ലാ ടോക്കണും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് റിട്ടേൺ ഉള്ള ടോക്കണുകൾ വളരെ കുറച്ചാണ്, അതും വളരെ കുറച്ച് റിട്ടേൺ ആണ്. ഭൂരിഭാഗം ടോക്കണുകളും ലോസിലാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ലോ റിസ്ക് പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഹയർ മാർക്കറ്റ് ക്യാപ്പുള്ള ടോക്കണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം 0.6% പ്രോഫിറ്റ് മാത്രമാണ്. ഈവൻ ബിറ്റ് കോയിന് പോലും ഔട്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അതേസമയം നമ്മൾ ആ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം മീം കോയിൻസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സജസ്റ്റ് ചെയ്ത മീം കോയിൻസ് പോർട്ട്ഫോളിയോ കംപ്ലീറ്റ്ലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ മോർ ദാൻ 100% റിട്ടേൺ ആണ്. സോ കഴിഞ്ഞ വർഷം മാത്രമല്ല, കഴിഞ്ഞ ഈ ഒരു 1 ഇയർ ആയിട്ട് ഒരു ലാസ്റ്റ് 1 ഇയർ ഡേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ വലിയ രീതിയിലാണ് മീം കോയിൻസ് ആൾട്ട് കോയിൻസിന് ഔട്ട് പെർഫോം ചെയ്യുന്നത്. ഈവൻ നമ്മൾ ട്രേഡിംഗ് വ്യൂ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ 3502 ടോക്കൺ ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് 1 ഇയർ ഡേറ്റ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഫിൽട്ടർ ചെയ്ത് ലാസ്റ്റ് 1 ഇയർ പെർഫോമൻസ് ബിറ്റ് കോയിൻ്റെ 1 ഇയർ പെർഫോമൻസിനേക്കാൾ കൂടുതൽ ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ള ടോക്കൺ എത്ര ടോക്കൺ ഉണ്ട് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഏറ്റവും കൂടുതൽ മീം കോയിൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ബിറ്റ് കോയിൻ്റെ ലാസ്റ്റ് 1 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് മോർ ദാൻ 100% ആണ്. അതായത് 111% എന്തോ ആണ്. സോ നമ്മൾ ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ട് ഒരു 100% നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3500 ടോക്കണിൽ വെറും 400 ടോക്കൺ മാത്രമാണ് ബിറ്റ് കോയിനേക്കാളും കൂടുതൽ റിട്ടേൺ കഴിഞ്ഞ 1 ഇയർ ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 400 ടോക്കണിൽ നമ്മൾ മീം കോയിൻസ് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ, അതായത് ഈ ഒരു 400 ടോക്കണിൽ ഏറ്റവും കൂടുതൽ കാറ്റഗറി ഉള്ളത് മീം കോയിൻസ് ആണ്. അതായത് 105 ടോക്കൺ, അതായത് 400 ടോക്കണിൽ 105 ടോക്കണുകളും ബിറ്റ് കോയിൻ ഔട്ട് പെർഫോം ചെയ്തത് മീം കോയിൻസ് കാറ്റഗറിയിലുള്ള ടോക്കണാണ്. ആക്ച്വലി ഇതിലും കൂടുതലുണ്ട്. അതായത് ഈ ഒരു കാറ്റഗറിയിൽ മീംസ് അല്ല എന്നുള്ളതും വേറൊരു ടോക്കൺ ഉണ്ട്. അപ്പോൾ ആക്ച്വലി മോർ ദാൻ ഒരു 30% ടോക്കണുകളും ബിറ്റ് കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്നത് മീം കോയിൻസ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഔട്ട് പെർഫോം ചെയ്യുന്ന ടോക്കണുകളുടെ അതായത് 100% ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആൾട്ട് കോയിൻസിലും മീംസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു മോർ ദാൻ 200%, 300% ഒക്കെ റിട്ടേൺ നോക്കിയിട്ടാണ് അല്ലേ. സോ നമ്മളൊരു 200% റിട്ടേൺ നോക്കിയിട്ട് ഇവിടെ ഫിൽട്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഏറ്റവും കൂടുതൽ മീം കോയിൻസ് ആണ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ടോക്കൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 276 ടോക്കണിൽ 81 ടോക്കണുകളും മീം കോയിൻസ് ആണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതായത് മോർ ദാൻ 35% ടോക്കണുകളും ബിറ്റ് കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് മീം കോയിൻസ് ആണ് എന്നുള്ളതാണ് റിയാലിറ്റി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റിന്റെ ബിഗിനിങ് മുതൽക്ക് ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഒരു ഓൾട്ടോ സീസൺ എന്നതിലുപരി ഒരു മീം സീസൺ ആണ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റിയൽ വേൾഡ് അസറ്റ് അത്തരത്തിലുള്ള ഒരുപാട് സംഗതികളെ കുറിച്ച് റിസർച്ച് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടും നമുക്ക് ഈ മീം കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബിറ്റ് കോയിന് അണ്ടർ പെർഫോം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു നരേറ്റീവ് ആയിട്ടുള്ള മീംസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ റീസൺ, നമ്മൾ ഓൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി അവിടെ റിച്ച് ആക്കുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ അല്ല. ഈ ഓൾട്ട് കോയിൻസ് എന്ന് പറയുന്നത് ആക്ച്വലി റിച്ച് ആക്കുന്നത് ആ ഒരു ആൾട്ട് കോയിൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഴ്സ്, VCs, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻസൈഡേഴ്സിനൊക്കെയാണ്. അത് ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾട്ട് കോയിൻസ് ഒരു സെയിം ഫിയറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണോ ഷെയർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അതേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അറ്റ് ദി എൻഡ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ എക്സിറ്റ് ലിക്വിഡിറ്റി ആക്കി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പണക്കാരായിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും റിച്ച് ആവുന്നു,
അതേസമയം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും വീണ്ടും പൂർ ആവുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. കാരണം ഈ ഒരു സിസ്റ്റം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് റിച്ച് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ആൾട്ട് കോയിൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മെജോറിറ്റി ഹോൾഡിങ്സ് ഇൻസൈഡേഴ്സും VCസും ഫൗണ്ടേഴ്സും അതിൻ്റെ ടീമും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ആയിരിക്കും. അവർ വലിയ രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്യുന്നു, റീറ്റെയിലേഴ്സിനെ ഒരു എക്സിറ്റ് ലിക്വിഡിറ്റി ആക്കി യൂസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഏതൊരു ടോക്കൺ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ആർബിട്രം എന്നുള്ള ഈ ഒരു ടോക്കൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ടോക്കണുകൾക്കും ഇതേപോലെ ഒരു മന്ത്ലി എന്താ പറയുക ടോക്കൺ അൺലോക്ക് ഷെഡ്യൂൾ ഉണ്ടാവും. എല്ലാ മാസവും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർബിട്രത്തിൻ്റെ 92 മില്യൺ വർത്ത് ഓഫ് ടോക്കണുകൾ അൺലോക്ക് ആവുന്നുണ്ട്, 2% അൺലോക്ക് ആവുന്നുണ്ട്. അത് ഈ ടോക്കണുകളെല്ലാം പോകുന്നത് എങ്ങോട്ടാണ്? ഇൻസൈഡേഴ്സിനും VCസിനും ഫൗണ്ടേഴ്സിനും ഒക്കെയാണ് ഈ ടോക്കൺ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഒരു ടോക്കൺ അവർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു എക്സിറ്റ് ലിക്വിഡിറ്റി ആക്കി യൂസ് ചെയ്യുന്നു. ആ ഫണ്ട് യൂസ് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ടോക്കണെ പ്രൊമോട്ട് ചെയ്യുന്നു, ഫേക്ക് നെറേറ്റീവ്സ് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നു, വീണ്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എക്സിറ്റ് ലിക്വിഡിറ്റി ആക്കി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. എല്ലാ ടോക്കണുകളും ഇതേപോലെ തന്നെയാണ്. അത് മാത്രമല്ല മെജോറിറ്റി ടോക്കണുകളും ഓരോ കോപ്പി പേസ്റ്റ് ടോക്കണുകളാണ് എന്നുള്ളതാണ് റിയാലിറ്റി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നരേറ്റീവ് എടുത്താൽ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡെക്സ് എന്നുള്ളൊരു കാറ്റഗറി എടുത്താൽ തന്നെ എല്ലാ ഡെക്സുകളും സെയിം ആണ്, എല്ലാ ഡെക്സിൻ്റെ ടോക്കണുകളും സെയിം ആണ്. ഇത് തമ്മിൽ യാതൊരു ഡിഫറൻസും നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. പക്ഷേ സ്റ്റിൽ ഡിഫറെൻറ്റ് നരേറ്റീവ്സിൽ ഈ ടോക്കണുകളെ മാർക്കറ്റ് ചെയ്യുന്നു, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഒരു എക്സിറ്റ് ലിക്വിഡിറ്റി ആക്കി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നോർമലി ഈ ഒരു മേഖലയിൽ നടക്കുന്ന ഒരു കാര്യം. അത് കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു സൈക്കിളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ടോക്കണുകൾ കൂടാൻ തുടങ്ങിയപ്പോൾ ആളുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും കുറഞ്ഞു. അത് കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസ് എല്ലാം വളരെ വലിയ രീതിയിൽ ജനറലി ബിറ്റ് കോയിനെ അണ്ടർ പെർഫോം ചെയ്യുന്നത്. ഇനിയിപ്പോൾ മീം കോയിൻസ് ആണ് എന്നുണ്ടെങ്കിൽ മീം കോയിൻസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഫണ്ടമെൻ്റലി. അതായത് ഇൻസൈഡർ ഹോൾഡിങ്സോ അല്ലെങ്കിൽ VCസോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ മീം കോയിൻസിൽ ആക്റ്റീവ് അല്ല. അത് കാരണം കൊണ്ട് തന്നെ കൂടുതലും ഒരു റീറ്റെയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്കൺസ് എന്ന് പറയുന്നത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി മീം കോയിൻസ് ആണ്. അതേപോലെ തന്നെ ഒരു റീറ്റെയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള റീറ്റെയിലേഴ്സിന് കൂടുതൽ മനസ്സിലാവുന്ന ഒരു നരേറ്റീവ് എന്ന് പറയുന്നതും മീം കോയിൻസ് തന്നെയാണ്. അപ്പോൾ മീം കോയിൻസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലോട്ടുള്ള ഒരു ടിക്കറ്റ്, ഒരു ആക്സസ് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. എത്രത്തോളം ആ ഒരു കമ്മ്യൂണിറ്റി സ്ട്രോങ് ആവുന്നോ അതിനനുസരിച്ച് ആ ഒരു ടോക്കണിൻ്റെ വാല്യൂ സ്ട്രോങ് ആവുകയും ആ ഒരു ടോക്കണിൻ്റെ വാല്യൂ കൂടുകയും ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ മീം കോയിൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെക്നിക്കലി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒട്ടുമിക്ക എല്ലാ ടോക്കണും 100% സപ്ലൈയും സർക്കുലേറ്റിംഗ് ആയിരിക്കും. അത് കാരണം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ടോക്കൺ അൺലോക്കിങ്ങോ അല്ലെങ്കിൽ ഇൻസൈഡേഴ്സ് സെല്ല് ചെയ്യുന്ന കാര്യമോ VCസ് ഡംപ് ചെയ്യുന്ന കാര്യങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി സ്ട്രോങ് ആകുമ്പോൾ വളരെ ഈസി ആയിട്ട് പമ്പാവാൻ സാധ്യതയുള്ള, പ്രൈസ് മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ള ടോക്കണുകളാണ് മീം കോയിൻസ്. അതാണ് രണ്ടാമത്തെ കാര്യം. അത് കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ മീം കോയിൻസിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഏതൊക്കെ ടോക്കണുകൾ, ഏതൊക്കെ മീം കോയിൻസിലാണ് ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ടോപ്പ് 10 മീം കോയിൻസ് എന്നുള്ളതാണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആൾട്ട് കോയിൻസിനെ കുറിച്ച് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീഡിയം റിസ്ക് പോർട്ട്ഫോളിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ലോ റിസ്ക് പോർട്ട്ഫോളിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്നെപ്പോലെ മീം കോയിൻസിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ട ആളുകൾക്ക് ടോപ്പ് 10 മീം കോയിൻസും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടോക്കണുകൾ അന്ന് നിങ്ങൾ ആ സജസ്റ്റ് ചെയ്ത സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് 100%-ന് മുകളിൽ റിട്ടേൺ ആയിട്ടുണ്ടാവും. സോ ഇപ്പോഴും വൈകിട്ടുള്ള ഈ ഒരു ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഇതേ സെയിം ടോക്കണുകൾ തന്നെയാണ്. ഇപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്യുന്നതും ഇതേ ഒരു സെയിം ടോക്കണുകൾ തന്നെയാണ്. സോ ഈ 10 ടോക്കണുകളിൽ നിങ്ങൾക്ക് വീണ്ടും റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ 10 ടോക്കണുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള ടോക്കണുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ പല ടോക്കണുകളും പല ഡിഫറെൻറ്റ് മാർക്കറ്റ് ക്യാപ്പിലുള്ള, പല ഡിഫറെൻറ്റ് നരേറ്റീവ്സിലുള്ള മീം കോയിൻസ് ആണ്. ഇതിൽ ഏറ്റവും കുറവ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത് മ്യാവ് എന്നുള്ള ഈ ഒരു ടോക്കണാണ്. 3.2 മില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. ഈവൻ ഇത് 300 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലോട്ട് എത്തിയാൽ പോലും ഓൾമോസ്റ്റ് 100x റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു ടോക്കണാണ്. അതായത് ഇവിടെ മൂന്നാം സ്ഥാനത്തുള്ള ഈ ഒരു പോപ്കാറ്റ് എന്നുള്ള ടോക്കൺ പോലും 256 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലോട്ടൊക്കെ ഈ ഒരു ടോക്കൺ, ഇതും കാറ്റ് മീമാണ്, ഇതും കാറ്റ് മീമാണ്. അപ്പോൾ ഈ ഒരു ലെവലിലോട്ടൊക്കെ എത്താണെന്നുണ്ടെങ്കിൽ 100x റിട്ടേൺ ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ടോക്കണാണ്. അതേപോലെ തന്നെ ഡൗജ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് തീമിലുള്ള ഒരു ടോക്കണാണ്, മീം കോയിൻ ആണ്, 22 മില്യൺ ആണ്. ഈ രണ്ട് ടോക്കണും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തതിന് ശേഷം മോർ ദാൻ 100% ആണ് മുകളിലോട്ട് പോയിട്ടുള്ളത്. ഈവൻ എൻ്റെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തതിന് ശേഷം ഏകദേശം 200%-ന് മുകളിലാണ് പ്രൈസ് കൂടിയിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും ഈ ഓരോ ടോക്കണുകളും നിങ്ങൾക്ക് റിസർച്ച് ചെയ്തിട്ട് ഇതിൽ പല ടോക്കണുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ടോക്കണുകളിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ SPX 6900 എല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നരേറ്റീവാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഞാൻ കുറേ കാലമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു ടോക്കണാണ്. സോ ഈ ഒരു ടോക്കണിന് നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ റിസ്കിന് കൺസിഡർ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ മീം കോയിൻസിലാണെന്നുണ്ടെങ്കിലും ആൾട്ട് കോയിൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും പറയാറുള്ള, അല്ലെങ്കിൽ
നമ്മൾ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും എൻ്റെ പേഴ്സണൽ കമ്മ്യൂണിറ്റിയിലാണെന്നുണ്ടെങ്കിലും എപ്പോഴും റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏത് ആൾട്ട് കോയിൻസ് ആണെന്നുണ്ടെങ്കിലും ഏത് മീം കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്താലും എപ്പോഴാണോ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആവുന്നത് അപ്പോൾ തന്നെ ആ ഒരു ക്യാഷ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് വിഡ്രോ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ടോക്കണുകൾ മാത്രം ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു $100 അല്ലെങ്കിൽ ഒരു $200 ഈ ഒരു മ്യോ എന്നുള്ള ഈ ഒരു ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ എപ്പോഴാണോ അത് ഡബിൾ ആവുന്നത്, $200 എത്തുന്നത്, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് $100 വിഡ്രോ ചെയ്യുക, ഏതർ അത് സ്റ്റേബിൾ കോയിൻ ആയിട്ട് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയുള്ള 50% ടോക്കൺ മാത്രം ഹോൾഡ് ചെയ്യുക. അത് കൂടുന്നതിനനുസരിച്ച് അതൊരു ഡബിൾ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 3 ടൈംസ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 5 ടൈംസ് ആവുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, വളരെ അഗ്രസീവായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, വലിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സേഫ് ആക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ നമ്മൾ കുറച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് കൂടുന്ന സമയത്ത് വീണ്ടും കുറച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും കൂടുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത്തരത്തിലുള്ള നോർമലി എല്ലാവരും ചെയ്യുന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്യാതിരിക്കുക. കാരണം എപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്കൺ താഴോട്ട് വരാം. അപ്പോൾ നമ്മൾ ഈവൻ അത് പ്രോഫിറ്റബിൾ ആയതിനു ശേഷവും താഴോട്ട് വരുമ്പോൾ വളരെ വലിയൊരു റിഗ്രറ്റ് ആയിരിക്കും പിന്നീട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു മെമ്പർ ആവണം, എൻ്റെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ബിറ്റ്കോയിനെ കുറിച്ചും ക്രിപ്റ്റോ കറൻസികളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.